ഹലോ ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു, സെറ്റായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം മടി വിചാരിക്കേണ്ട. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനാണ് പ്രേക്ഷകരെ എന്നും വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ മോളെ കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കയ്യിൽ മറ്റേ റിംഗ് ലൈറ്റും അങ്ങനെയൊന്നുമില്ല. വെറും 100 രൂപയുടെ ബൾബൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളിവിടെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ആ ബൾബ് പോലും ഇട്ടിട്ടില്ല. ഇപ്പം ബൾബ് ഇട്ടിട്ടില്ല. ഇപ്പം നമ്മുടെ പ്രകൃതിയിലെ വെളിച്ചം, അള്ളാഹുവിൻ്റെ വെളിച്ചത്തിലാണ് വീഡിയോ എടുക്കുന്നത്. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. ഇപ്പോൾ വൈകുന്നേരം 5:30 കഴിഞ്ഞു. അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ ആകാശത്തിലെ വെളിച്ചത്തിൻ്റെ അത്രയും ഒരു റിംഗ് ലൈറ്റും ബൾബും ഒന്നും വരില്ല അല്ലേ? അപ്പം പിന്നെ എന്താ പറയുക, പ്രകൃതിയിലെ കാറ്റ്, വെളിച്ചം എല്ലാം തന്നെ നമ്മൾ അത് വളരെ നല്ലതാണ്. അത് നമ്മൾ ആസ്വദിക്കണം അല്ലേ? അപ്പം ഞാനിന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്നത്, ഏത് ഒരാൾക്ക് മുഖം ഒന്ന് വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്ന, പൈസ ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് മുഖത്ത് തേച്ച് മുഖം വെളുപ്പിക്കാം. അപ്പം ഞാൻ 1 മണിക്കൂറായി ഇത് തേച്ചിട്ട്. അപ്പം സവാളയും ഉള്ളിയൊന്നും എടുത്ത് പച്ചമുളകൊന്നും എടുത്ത് മുഖത്ത് തേക്കരുതാരും മുഖം വെളുക്കാൻ. മഞ്ഞപ്പൊടി തേക്കരുത്. മഞ്ഞപ്പൊടി തേക്കാം, നാച്ചുറലായിട്ട് പൊടിച്ച പൊടി. നാച്ചുറലായിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് പൊടി അല്ലേ? കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ കെമിക്കൽ അല്ലേ? മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടി ആണെങ്കിലും അതൊന്നും എടുത്ത് ആരും മുഖത്ത് തേക്കണ്ട. അപ്പോൾ എൻ്റെ മുഖം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണ്ട. വലിയ ഭംഗിയൊന്നും ഇല്ല, എന്നാലും ജീവിച്ച് പോകുന്നു. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ അപ്പം ഞാനിത് എന്തുകൊണ്ട് മുഖത്ത് തേച്ചതെന്ന് പറഞ്ഞാൽ, പിന്നെ പാൽപ്പാട, അതായത് പാല് കാച്ചിയപ്പം ചക്കരയല്ല ശർക്കര ഇട്ടിട്ട് പാല് കാച്ചിയായിരുന്നു ഞാനിന്ന്. അപ്പം മധുരത്തിന് പകരം നമ്മുടെ വയറിനൊക്കെ നല്ലതാണല്ലോ, വിശപ്പുണ്ടാകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിൽ നിന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ചക്കരയും പാൽപ്പാടയിട്ട് മുഖം തേച്ച് 1 മണിക്കൂറായിട്ട് അതൊന്ന് തുടച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എത്രയൊക്കെ മുഖം വെളുക്കാതിരിക്കുന്നവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഞാൻ മുഖത്ത് എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ ഒന്നും മുഖത്ത് തേക്കാറില്ല. മുടി പോലും ചീകാതെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഏത് വ്ളോഗർമാരും ലിപ്സ്റ്റിക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഒരു വ്ളോഗർ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും കഴിവ് തെളിയിക്കണം അല്ലേ? അപ്പം ഞാൻ ലിപ്സ്റ്റിക് അല്ല കൂടുതലും ഉപയോഗിക്കാറ്. ലിപ്സ്റ്റിക്കൊന്നും എനിക്കിഷ്ടമല്ല. കാര്യം ഡോഗിൻ്റെ ചോര വെച്ചിട്ടൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാനിന്ന് ചുണ്ട് ചുമപ്പിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയി കണ്ട. പോട്ടെ. ചുണ്ട് ചുമപ്പിക്കാനായിട്ട് ബീട്രൂട്ട് എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തേക്കണം. ബീട്രൂട്ട് വെച്ച് ലിപ് ബാം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അത് ഇൻഷാ അല്ലാഹ് വരുന്നൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ വാസലിനും ബീട്രൂട്ടൊക്കെ നല്ല വാസലിൻ മേടിക്കാൻ നോക്കണേ. അപ്പോൾ ഇത് നമ്മുടെ ചുണ്ട് വെളുപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എപ്പോഴും നമ്മുടെ പല്ല് ക്ലീൻ ആയിരിക്കണം, എപ്പോഴും നമ്മുടെ ശരീരം വൃത്തിയായിരിക്കണം. അപ്പോൾ അസുഖങ്ങൾ വരത്തില്ല. നഖം വെട്ടിയിരിക്കണം, മൂക്കിൻ്റെ അകത്ത് അഴുക്ക്, ചെവിയുടെ അകത്ത് അഴുക്ക്, അതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം വെക്കുന്നത്. നമ്മൾ പല്ല് വൃത്തിയായിട്ട് തേച്ചതിന് ശേഷം മാസത്തിൽ 2 പ്രാവശ്യം ആ ബ്രഷ്, പല്ല് കേൾക്കുന്ന നമ്മുടെ ബ്രഷ് തന്നെ വെച്ച് ചുണ്ട് ആദ്യം റബ്ബ് ചെയ്യണം. ഇങ്ങനെ 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 നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കളർ കിട്ടും ചുണ്ടിന്. അതിനുശേഷം ഡെയിലി ബീട്രൂട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. ചുണ്ടിന് നല്ല നാച്ചുറൽ കളറ്, അടിപൊളി കളറ് കിട്ടും കേട്ടോ. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ലിപ് ബാം ഇട്ട പോലെ ചുണ്ട്.
ബീട്രൂട്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ശീലമാക്കുക കേട്ടോ. ഇനിയുള്ള തലമുറകളെങ്കിലും നല്ല രീതിയിൽ വളർന്നു വരട്ടോ. എനിക്കറിയത്തില്ല ഇവളെങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ കുളവാക്കണോ എന്താന്ന് നിങ്ങൾ പറയട്ടോ. എന്നും ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ പോരായ്മ കൊണ്ട് ഇന്ന് മോളെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. പിന്നെ എത്ര ഇരുണ്ടവർക്കും ലേഡീസിനും ബോയ്സിനും ഒക്കെ ചെയ്യാം കേട്ടോ. ഇത് നാരങ്ങ പിഴിഞ്ഞതിൻ്റെ തോടാണ്. അപ്പം നാരങ്ങ ഫ്രിഡ്ജിലില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് അതൊന്ന് ഇട്ട് ഇതാക്കുവാണ്. മാസത്തിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടം. അതിൽ കൂടുതൽ വേണമെങ്കിലും ചെയ്യാം. നല്ലൊരു കളർ കിട്ടും. പിന്നെ ഞാൻ നീരെടുക്കാത്തത് നമ്മുടെ മുഖം ചുളുങ്ങിപ്പോകും. അതുകൊണ്ടാണ് തോടെടുത്തത്, നാരങ്ങ തോട്. മുഖം വെളുക്കാൻ വളരെ നല്ലതാണ്. നല്ല സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ടിരിക്കും. അതിനുശേഷം നല്ല കൂൾ വാട്ടറിൽ മുഖം കഴുകുക. അടിപൊളിയാണ്. എൻ്റെ മോന് ബേബി പൗഡർ ഒരു ടിന്ന് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ കാണിച്ചു തരാം. എന്തിനാണ് പൗഡർ ഫുള്ള് കളഞ്ഞത്? ഞാൻ പറഞ്ഞേ പാത്തിന്റെ കൊടുക്കണ്ട. അതിനുശേഷം തക്കാളി ഇത് തേച്ച് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരുന്നിട്ട് പോയി മുഖം കഴുകിക്കളയാം കേട്ടോ. തണുത്ത വെള്ളത്തിൽ നല്ലതാണ്. എണ്ണ മെഴുക്ക് നല്ല ഉള്ളവർ ചൂടുവെള്ളം ഉപയോഗിച്ചു കേട്ടോ. ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക. എന്നിട്ട് കുളിച്ചാൽ നമ്മുടെ മുഖം അടിപൊളിയായിട്ടിരിക്കും. എല്ലാം നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പം ഞാനിവിടെ നിങ്ങൾ ഉള്ളിയും പറഞ്ഞ പോലെ ഉള്ളിയും സബോളയും മുളക് പൊടിയും ഒന്നും എടുക്കരുത്. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് മുഖം നല്ല വെളുപ്പിക്കാം, അടിപൊളിയാക്കാം. ഒരു തുള്ളി കണ്ണിൻ്റെ അകത്ത് പോയാലും പ്രശ്നമില്ല. നമുക്ക് കെമിക്കലില്ല. അല്ലാതെ ബ്യൂട്ടി പാർലറിൽ പോയി ഈ ഒരു ഇതുണ്ടല്ലോ, മനുഷ്യൻ്റെ പടമൊക്കെ ഉണ്ടാക്കി വെച്ച വില കൂടിയ മിഷ്യനുകളൊക്കെ ഉണ്ടല്ലേ, എത്രയോ രൂപ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് വീട്ടിലിങ്ങനെ മുഖം വെളുപ്പിക്കാൻ അല്ലേ. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ടേ കഴുകത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു. കാണിക്കാൻ സമയമില്ല. ഞാൻ തനിയെ മോളെടുക്കുകയാണ് കേട്ടോ വീഡിയോ. ഉമ്മ അറിയുന്ന കൊള്ളത്തില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ, കൊള്ളാവോ കൊള്ളത്തില്ലേന്ന് അടിയുന്ന വീഡിയോ. ശരി, ഇനി ഞങ്ങളിത് ഇതൊന്ന് പോയൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. പൗഡർ തീർത്ത് ഞാൻ പറഞ്ഞ പുറത്ത് കൊടുക്കരുത്. അപ്പോൾ ഓക്കെ.